നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം സാഹിത്യത്തെ കുറിച്ചാണ്. ഇനി നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കായ കൃതികളും രചയിതാക്കളെയും കുറിച്ച് പരിചയപ്പെടാം. കൃതികളും രചയിതാക്കളും. ഭ്രാന്താലയം എന്ന കൃതി രചിച്ചത് കേശവദേവ്. ഭ്രാന്താലയം എന്ന കൃതി രചിച്ചത് കേശവദേവ്. അടയാളങ്ങൾ സേതു. അടയാളങ്ങൾ സേതു. ഭൂതരായർ അപ്പൻ തമ്പുരാൻ. ഭൂതരായർ എന്ന കൃതി രചിച്ചത് അപ്പൻ തമ്പുരാൻ. ഉമ്മാച്ചു. ഉമ്മാച്ചു എന്ന കൃതി രചിച്ചത് ഉറൂബ്. ഉമ്മാച്ചു എന്ന കൃതി രചിച്ചത് ഉറൂബ്. ആരാച്ചാർ KR മീര. ആരാച്ചാർ എന്ന കൃതി രചിച്ചത് ആരാണ്? KR മീര. മുമ്പേ പറക്കുന്ന പക്ഷികൾ C രാധാകൃഷ്ണൻ. മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന കൃതി രചിച്ചത് C രാധാകൃഷ്ണൻ. മണ്ണിന്റെ മാറിൽ ചെറുകാട്. മണ്ണിന്റെ മാറിൽ എന്ന കൃതി രചിച്ചത് ചെറുകാട്. ഇനി ഞാൻ ഉറങ്ങട്ടെ PK ബാലകൃഷ്ണൻ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി രചിച്ചതാരെ? PK ബാലകൃഷ്ണൻ. തട്ടകം കോവിലൻ. തട്ടകം എന്ന കൃതി രചിച്ചത് കോവിലൻ. ഖബർ KR മീര. ഖബർ എന്ന കൃതി രചിച്ചത് KR മീര. അയൽക്കാർ കേശവദേവ്. അയൽക്കാർ എന്ന കൃതി രചിച്ചതാരെ? കേശവദേവ്. മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. യക്ഷി മലയാറ്റൂർ രാമകൃഷ്ണൻ. യക്ഷി എന്ന കൃതി രചിച്ചതാരെ? മലയാറ്റൂർ രാമകൃഷ്ണൻ. പൊന്നി. പൊന്നി എന്ന കൃതി രചിച്ചതും മലയാറ്റൂർ രാമകൃഷ്ണൻ. യക്ഷി, പൊന്നി എന്നിങ്ങനെയുള്ള കൃതികൾ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ധർമ്മപുരാണം OV വിജയൻ. ധർമ്മപുരാണം OV വിജയൻ. കാട്ടുകുരങ്ങ് എന്ന നോവൽ K സുരേന്ദ്രൻ. കാട്ടുകുരങ്ങ് എന്ന നോവൽ K സുരേന്ദ്രൻ. സീതായനം K സുരേന്ദ്രൻ. സീതായനം K സുരേന്ദ്രൻ. മായ K സുരേന്ദ്രൻ. കാട്ടുകുരങ്ങ് എന്ന നോവൽ, സീതായനം, മായ എന്നീ കൃതികൾ രചിച്ചത് K സുരേന്ദ്രൻ. ഇല്ലം ജോർജ് ഓണക്കൂർ. ഇല്ലം എന്ന കൃതി രചിച്ചത് ജോർജ് ഓണക്കൂർ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ NS മാധവൻ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന കൃതി രചിച്ചത് NS മാധവൻ. ആയുസിന്റെ പുസ്തകം CV ബാലകൃഷ്ണൻ. ആയുസിന്റെ പുസ്തകം എന്ന കൃതി രചിച്ചത് CV ബാലകൃഷ്ണൻ. ആനപ്പക ഉണ്ണികൃഷ്ണൻ പുത്തൂർ. ആനപ്പക എന്ന കൃതി രചിച്ചത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ. പർവ്വതങ്ങളിലെ കാറ്റ് ജോർജ് ഓണക്കൂർ. പർവ്വതങ്ങളിലെ കാറ്റ്, ഇല്ലം എന്നിങ്ങനെയുള്ള കൃതി രചിച്ചത് ജോർജ് ഓണക്കൂർ. മനുഷ്യനെ ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ. മനുഷ്യനെ ഒരു ആമുഖം എന്ന കൃതി രചിച്ചത് സുഭാഷ് ചന്ദ്രൻ. അലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ്. അലാഹയുടെ പെൺമക്കൾ എന്ന കൃതി രചിച്ചത് സാറ ജോസഫ്. കേശവന്റെ വിലാപങ്ങൾ M മുകുന്ദൻ. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി രചിച്ചത് M മുകുന്ദൻ. അവകാശികൾ വിലാസിനി. അവകാശികൾ എന്ന കൃതി രചിച്ചത് വിലാസിനി. രാമരാജ ബഹാദൂർ CV രാമൻപിള്ള. രാമരാജ ബഹാദൂർ എന്ന കൃതി രചിച്ചത് CV രാമൻപിള്ള. ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് OV വിജയൻ. ഗുരുസാഗരം OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം, ഖസാക്കിന്റെ ഇതിഹാസം, ഗുരുസാഗരം എന്നിങ്ങനെയുള്ള കൃതി രചിച്ചത് OV വിജയൻ. അടുത്തത് നമുക്ക് കവിത എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. തിരുവാറന്മുള അപ്പന്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന പാട്ടുപ്രസ്ഥാനത്തിലെ പ്രാചീന കൃതിയാണ് തിരുനിഴൽമാല. തിരുവാറന്മുള അപ്പന്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന പാട്ടുപ്രസ്ഥാനത്തിലെ പ്രാചീന കൃതിയാണ് തിരുനിഴൽമാല. രചിച്ചത് ഗോവിന്ദൻ. നായികയുടെ പേരിൽ പ്രശസ്തി നേടിയ ഏക സന്ദേശ കാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം. നായികയുടെ പേരിൽ പ്രശസ്തി നേടിയ ഏക സന്ദേശ കാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം.
ബദർ യുദ്ധത്തെ ആധാരമാക്കി മോയിൻകുട്ടി വൈദ്യർ രചിച്ച കൃതിയാണ് ബദർ പടപ്പാട്ട്. ബദർ യുദ്ധത്തെ ആധാരമാക്കി മോയിൻകുട്ടി വൈദ്യർ രചിച്ച കൃതിയാണ് ബദർ പടപ്പാട്ട്. മയൂര സന്ദേശത്തെ പീകോക്ക് മെസഞ്ചർ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മയൂര സന്ദേശത്തെ പീകോക്ക് മെസഞ്ചർ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. വാതാപി ഗണിപതിം ഭജേഹം. വാതാപി ഗണിപതിം ഭജേഹം എന്ന പ്രസിദ്ധ കീർത്തനം രചിച്ചത് മുത്തുസ്വാമി ദീക്ഷിതർ. മുത്തുസ്വാമി ദീക്ഷിതർ. മയൂര സന്ദേശത്തിന് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനം മർമ്മപ്രകാശം. മയൂര സന്ദേശത്തിന് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് മർമ്മപ്രകാശം. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത രചിച്ചത് സച്ചിദാനന്ദൻ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത രചിച്ചതാരെ? സച്ചിദാനന്ദൻ. സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് P ഭാസ്കരൻ. സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചതാരെ? P ഭാസ്കരൻ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ അവസാന കാലം കഴിച്ചുകൂട്ടിയ മലയാള കവിയാണ് എഴുത്തച്ഛൻ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ അവസാന കാലം കഴിച്ചുകൂട്ടിയ മലയാള കവിയാണ് എഴുത്തച്ഛൻ. പാലക്കാട് ജില്ലയിലെ തിരുവില്ലാമലയ്ക്ക് സമീപമുള്ള കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ച മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലെ തിരുവില്ലാമലയ്ക്ക് സമീപമുള്ള കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ച മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഭാഷാ ഭഗവത്ഗീതയുടെ കർത്താവ് മാധവ പണിക്കർ. ഭാഷാ ഭഗവത്ഗീതയുടെ കർത്താവ് മാധവ പണിക്കർ. മലയാളത്തിന്റെ പ്രേമോപനിഷത്ത് എന്നറിയപ്പെടുന്നത് പ്രേമസംഗീതം. മലയാളത്തിന്റെ പ്രേമോപനിഷത്ത് എന്നറിയപ്പെടുന്നത് പ്രേമസംഗീതം. മലയാളം സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളം സർവകലാശാല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. മുത്തശ്ശി എന്ന കവിത രചിച്ചത് ബാലാമണിയമ്മ. മുത്തശ്ശി എന്ന കവിത രചിച്ചത് ബാലാമണിയമ്മ. കുമാരനാശാനെ ദിവ്യാകോകിലം എന്ന് വിശേഷിപ്പിച്ചത് M ലീലാവതി. കുമാരനാശാനെ ദിവ്യാകോകിലം എന്ന് വിശേഷിപ്പിച്ചത് ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് M ലീലാവതി. ചിറ്റൂരിൽ താമസിക്കുന്നതിനെ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചത് ചെമ്പത്ത് മന്നാടിയാർ. ചിറ്റൂരിൽ താമസിക്കുന്നതിനെ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചതാരെ? ചെമ്പത്ത് മന്നാടിയാർ. ചെറുശ്ശേരിയുടെ മാസ്റ്റർ പീസ് കൃഷ്ണഗാഥ. ചെറുശ്ശേരിയുടെ മാസ്റ്റർ പീസ് കൃഷ്ണഗാഥ. ക്രൈസ്തവ കഥ ആധാരമാക്കി വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യമാണ് മഗ്ദലന മറിയം. ക്രൈസ്തവ കഥ ആധാരമാക്കി വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യമാണ് മഗ്ദലന മറിയം. ഗൗരി എന്ന കവിത രചിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഗൗരി എന്ന കവിത രചിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ കാലഘട്ടം AD 1495 മുതൽ 1575 വരെ. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ കാലഘട്ടം AD 1495 മുതൽ 1575 വരെ. ക്രിസ്തുഗാഥ എന്ന കൃതി രചിച്ചതാരെ? മാത്യു ഉലകംതറ. ക്രിസ്തുഗാഥ എന്ന കൃതി രചിച്ചത് മാത്യു ഉലകംതറ. അമ്പലപ്പുഴ രാജാവിന്റെ ആശ്രിതനായിരിക്കുകയും പിൽക്കാലത്ത് മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെയും സദസ്യനാകുകയും ചെയ്ത കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അമ്പലപ്പുഴ രാജാവിന്റെ ആശ്രിതനായിരിക്കുകയും പിൽക്കാലത്ത് മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെയും സദസ്യനാകുകയും ചെയ്ത കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഉമാ കേരളത്തിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഉമാ കേരളത്തിന് അവതാരിക എഴുതിയതാരെ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആസന്ന മരണ ചിന്താശതകം രചിച്ചത് KC കേശവപിള്ള. ആസന്ന മരണ ചിന്താശതകം രചിച്ചതാരെ? KC കേശവപിള്ള. എന്റെ മറ്റു കാവ്യങ്ങൾ വിസ്മൃതമായാലും ഈ കൃതി നിലനിൽക്കും എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ച പുസ്തകമാണ് ചിന്താവിഷ്ടയായ സീത. എന്റെ മറ്റു കാവ്യങ്ങൾ വിസ്മൃതമായാലും ഈ കൃതി നിലനിൽക്കുമെന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ച പുസ്തകമാണ് ചിന്താവിഷ്ടയായ സീത. വള്ളത്തോൾ രചിച്ച മഹാകാവ്യമാണ് ചിത്രയോഗം. വള്ളത്തോൾ രചിച്ച മഹാകാവ്യമാണ് ചിത്രയോഗം.
കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ. കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. സംസ്കൃത കേരള ഭാഷകളുടെ വിവാഹം നടത്തിക്കൊടുത്തയാൾ എന്ന് AR രാജരാജവർമ്മ ആരെയാണ് വിശേഷിപ്പിച്ചത്? എഴുത്തച്ഛനെ. സംസ്കൃത കേരള ഭാഷകളുടെ വിവാഹം നടത്തിക്കൊടുത്തയാൾ എന്ന് AR രാജരാജവർമ്മ എഴുത്തച്ഛനെയാണ് വിശേഷിപ്പിച്ചത്. ചങ്ങമ്പുഴയുടെ വേർപാടിൽ P. ഭാസ്കരൻ രചിച്ച കാവ്യമാണ് പാടുന്ന മൺതരികൾ. ചങ്ങമ്പുഴയുടെ വേർപാടിൽ P. ഭാസ്കരൻ രചിച്ച കാവ്യമാണ് പാടുന്ന മൺതരികൾ. പെരുന്തച്ഛന്റെ പുരാവൃത്തത്തെ അവലംബിച്ച് തച്ചന്റെ മകൻ എന്ന കവിത എഴുതിയത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പെരുന്തച്ഛന്റെ പുരാവൃത്തത്തെ അവലംബിച്ച് തച്ചന്റെ മകൻ എന്ന കവിത എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള താമരശ്ശേരി ഇല്ലത്ത് ജനിച്ച മലയാള കവിയാണ് ഉള്ളൂർ S. പരമേശ്വരയ്യർ. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള താമരശ്ശേരി ഇല്ലത്ത് ജനിച്ച മലയാള കവിയാണ് ഉള്ളൂർ S. പരമേശ്വരയ്യർ. നീലേശ്വരം രാജാവിൽ നിന്ന് ഭക്തകവി പട്ടം ലഭിച്ച കവിയാണ് P. കുഞ്ഞിരാമൻ നായർ. നീലേശ്വരം രാജാവിൽ നിന്ന് ഭക്തകവി പട്ടം ലഭിച്ച കവിയാണ് P. കുഞ്ഞിരാമൻ നായർ. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതിക്ക് മറുപടി എന്ന പോലെ രമണി എന്ന ചെറുകഥ എഴുതിയത് K. സരസ്വതിയമ്മ. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതിക്ക് മറുപടി എന്ന പോലെ രമണി എന്ന ചെറുകഥ എഴുതിയത് K. സരസ്വതിയമ്മ. വള്ളത്തോൾ രചിച്ച മലയാളത്തിന്റെ തല എന്ന കവിത ആരെ കുറിച്ചുള്ളതാണ്? ശങ്കരാചാര്യർ. വള്ളത്തോൾ രചിച്ച മലയാളത്തിന്റെ തല എന്ന കവിത ശങ്കരാചാര്യരെ കുറിച്ചുള്ളതാണ്. മലയാള ശാകുന്തളം എന്ന കൃതി രചിച്ചത് AR രാജരാജവർമ്മ. മലയാള ശാകുന്തളം എന്ന കൃതി രചിച്ചതാരെ? AR രാജരാജവർമ്മ. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ് കേശവീയം. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ് കേശവീയം. മഹാകാവ്യം രചിച്ച ഏക മലയാള കവയിത്രിയാണ് സിസ്റ്റർ മേരി ബെനീജ. മഹാകാവ്യം രചിച്ച ഏക മലയാള കവയിത്രിയാണ് സിസ്റ്റർ മേരി ബെനീജ. മൃണാളിനി സരാഭായിയെ അനുസ്മരിച്ചുകൊണ്ട് ONV കുറുപ്പ് നടത്തിയ രചനയാണ് അനശ്വരതയിലേക്ക്. മൃണാളിനി സാരാഭായിയെ അനുസ്മരിച്ചുകൊണ്ട് ONV കുറുപ്പ് നടത്തിയ രചനയാണ് അനശ്വരതയിലേക്ക്. ഏത് കൃതിയിലെ വരികളാണ് ചങ്ങമ്പുഴയുടെ സമാധിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്? സ്പന്ദിക്കുന്ന അസ്ഥിമാടം. സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കൃതിയിലെ വരികളാണ് ചങ്ങമ്പുഴയുടെ സമാധിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. ഓണക്കവികൾ എന്ന് ഡോക്ടർ M. ലീലാവതി വിശേഷിപ്പിച്ച കവികളാണ് P. കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓണക്കവികൾ എന്ന് ഡോക്ടർ M. ലീലാവതി വിശേഷിപ്പിച്ച കവികളാണ് P. കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണമേനോൻ. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണമേനോൻ. മലയാളത്തിലെ വിഷുപക്ഷിയായി M. ലീലാവതി വിശേഷിപ്പിച്ചതാരെയാണ്? P. കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ വിഷുപക്ഷിയായി M. ലീലാവതി വിശേഷിപ്പിച്ചത് P. കുഞ്ഞിരാമൻ നായരെയാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ള മരിച്ചതിനു ശേഷം തൊട്ടടുത്ത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ചടിച്ച അദ്ദേഹത്തിന്റെ കവിതയാണ് മണിനാഥം. ഇടപ്പള്ളി രാഘവൻ പിള്ള മരിച്ചതിനു ശേഷം തൊട്ടടുത്ത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ചടിച്ച അദ്ദേഹത്തിന്റെ കവിതയാണ് മണിനാഥം. ഏത് കവിയുടെ മകനാണ് പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് കവിയച്ഛൻ എന്ന പുസ്തകം രചിച്ചത്? P. കുഞ്ഞിരാമൻ നായർ. P. കുഞ്ഞിരാമൻ നായരുടെ മകനാണ് പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് കവിയച്ഛൻ എന്ന പുസ്തകം രചിച്ചത്. ഏത് കവിയുടെ ജീവിതം ആസ്പദമാക്കിയാണ് P. ബാലചന്ദ്രൻ ഇവൻ മേഘരൂപൻ എന്ന സിനിമ ഒരുക്കിയത്? P. കുഞ്ഞിരാമൻ നായർ. P. കുഞ്ഞിരാമൻ നായരുടെ ജീവിതം ആസ്പദമാക്കിയാണ് P. ബാലചന്ദ്രൻ ഇവൻ മേഘരൂപൻ എന്ന സിനിമ ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധമുള്ളതും പൂതാനത്തിന്റെ സമകാലികനുമായ കവിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധമുള്ളതും പൂതാനത്തിന്റെ സമകാലികനുമായ കവിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി.
കവികളെ മൃഗങ്ങളോട് ഉപമിച്ചുകൊണ്ട് ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ രചിച്ച കൃതിയാണ് കവി മൃഗാവലി. കവികളെ മൃഗങ്ങളോട് ഉപമിച്ചുകൊണ്ട് ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ രചിച്ച കൃതിയാണ് കവി മൃഗാവലി. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിച്ചത് MN വിജയൻ. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിച്ചതാരെ? MN വിജയൻ. കുമാരനാശാൻ ഏത് കാവ്യത്തിനാണ് ഒരു സ്നേഹം എന്ന പേരും കൂടി നൽകിയത്? നളിനി. കുമാരനാശാൻ നളിനി എന്ന കാവ്യത്തിനാണ് ഒരു സ്നേഹം എന്ന പേരും കൂടി നൽകിയത്. കുറത്തി എന്ന കവിതയുടെ രചയിതാവ് കടമ്മനിട്ട. കുറത്തി എന്ന കവിതയുടെ രചയിതാവ് കടമ്മനിട്ട. ഗാന്ധിജിയുടെ ജീവിത കഥയെ ആധാരമാക്കി പാലാ നാരായണൻ നായർ രചിച്ച കാവ്യമാണ് ഗാന്ധി ഭാരതം. ഗാന്ധിജിയുടെ ജീവിത കഥയെ ആധാരമാക്കി പാലാ നാരായണൻ നായർ രചിച്ച കാവ്യമാണ് ഗാന്ധി ഭാരതം. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. ചങ്ങമ്പുഴയുടെ മരണം വിഷയമാക്കി പാടുന്ന മൺതരികൾ എന്ന കൃതി എഴുതിയത് P ഭാസ്കരൻ. ചങ്ങമ്പുഴയുടെ മരണം വിഷയമാക്കി പാടുന്ന മൺതരികൾ എന്ന കൃതി എഴുതിയത് P ഭാസ്കരൻ. വെയിൽസ് രാജകുമാരന്റെ ബഹുമതി നിരസിച്ച മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. വർഷം 1922. വെയിൽസ് രാജകുമാരന്റെ ബഹുമതി നിരസിച്ച മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. വിപ്ലവത്തിന്റെ പ്രശ്നങ്ങളെ ദാർശനികമായി അവതരിപ്പിക്കുന്ന കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളി. വിപ്ലവത്തിന്റെ പ്രശ്നങ്ങളെ ദാർശനികമായി അവതരിപ്പിക്കുന്ന കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളി. അടുത്തത് നമുക്ക് കൃതികളും രചയിതാക്കളെയും കുറിച്ച് പഠിക്കാം. കേരളം എന്ന കൃതി രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരളം എന്ന കൃതി രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ. മയൂര സന്ദേശം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. മയൂര സന്ദേശം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. മലയവിലാസം AR രാജരാജവർമ്മ. മലയവിലാസം AR രാജരാജവർമ്മ. ക്രിസ്തുഭാഗവതം പ്രൊഫസർ PC ദേവസ്യ. ക്രിസ്തുഭാഗവതം പ്രൊഫസർ PC ദേവസ്യ. മകരക്കൊയ്ത്ത് വൈലോപ്പിള്ളി. സാഹിത്യമഞ്ജരി വള്ളത്തോൾ നാരായണ മേനോൻ. സാഹിത്യമഞ്ജരി വള്ളത്തോൾ നാരായണ മേനോൻ. തുലാവർഷ പച്ച സുഗന്ധകുമാരി. വിട വൈലോപ്പിള്ളി. കൃഷ്ണഗാഥ ചെറുശ്ശേരി. കൃഷ്ണഗാഥ എന്ന കൃതി രചിച്ചത് ചെറുശ്ശേരി. കബോധ സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ജ്ഞാനപ്പാന പൂന്താനം. ഗിരിജാ കല്യാണം ഉണ്ണായി വാര്യർ. സഫലമീ യാത്ര NN കക്കാട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് കൃതികളും രചയിതാക്കളും പിന്നെ കവിത എന്ന വിഷയത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ്. പൂർണ്ണമായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.